ഹായ് ഹലോ രാവിലെ തന്നെ മക്കളെ രണ്ടുപേരും കൊണ്ട് സ്കൂളിൽ വിടാൻ പോവാൻ കേട്ടോ. രണ്ടുപേരും സ്കൂൾ ബസ്സിലാണ് പോവാറ്. ഇപ്പോൾ ഐനൂസ് വീണ്ടും പോകാൻ തുടങ്ങിയിട്ട് 3 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് മെഡിസിൻ കഴിച്ചുകൊണ്ട് പോകണോണ്ടായിരിക്കും ഐനൂസിന് ഭയങ്കര ക്ഷീണവും തളർച്ചയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ കൊണ്ടാക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാനാണ് കേട്ടോ കൊണ്ടാക്കണതും കൊണ്ടുവരണതും. പിന്നെ ഞാൻ അവരെ സ്കൂളിലാക്കിയിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോഴേക്കും എൻ്റെ ഒരു കടലാസ് പൂവിൻ്റെ ചെടിയുടെ വള്ളി പോയത് വെളിയിലോട്ടാണ് കേട്ടോ നേരെ. അതെന്തായാലും എനിക്ക് പണി കിട്ടും തോന്നണം. അതിന് മുമ്പ് അത് വെട്ടിക്കളയണം. അങ്ങനെ നേരെ അടുക്കളയിൽ കയറി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഐനൂസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും അവൾക്ക് കൊടുക്കാൻ പാടില്ല, പൊട്ടാസ്യം കൂടുതലായതുകൊണ്ട് തേങ്ങ അരച്ചതൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ ചിക്കന് നല്ല വൃത്തിക്ക് കഴുകി അതിലേക്ക് ചിക്കൻ മസാല, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ലേശം എണ്ണ, അതിലേക്ക് നമ്മളെ ചിക്കനും കൂടെ തട്ടുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ അതിനൊന്ന് ഒതുക്കി ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഒന്നും ചെയ്യാനില്ല ഇതിലേക്ക്. അങ്ങനെ കുറച്ച് സമയം അടച്ച് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം 3 സവാള അരിഞ്ഞത് ഞാൻ ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് വഴറ്റിയ കഷ്ടപ്പെടുക ഒന്നും ചെയ്യേണ്ട, നമുക്കിതിൻ്റെ മേളിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു കൊടുക്കുക കേട്ടോ. ടേസ്റ്റിന് വ്യത്യാസം വരും എന്നുള്ള ഒരു ഇതും വേണ്ട, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് 3-മത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഐനൂസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അടച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിനെടുക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ. അപ്പോൾ 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. വെള്ളത്തിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പ്, ഏലയ്ക്ക അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അരി ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ചു കൊടുത്തു. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചുമ്മാ പറയല്ല, നമുക്ക് ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ലാസ്റ്റ് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറും മസാലയൊക്കെ റെഡിയായി. എന്തായാലും ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള, അടുത്തൊരു വീഡിയോ ആയി വരുമ്പോൾ ടാറ്റാ.